തിരുവോണനാളിൽ ഭക്തിസാന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രം. കണ്ണനെ കാണാൻ വൻ ഭക്തജന തിരക്കാണ്. കണ്ണന് ഓണപ്പുടവ സമർപ്പിക്കലും വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും നടന്നു. എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, കണ്ണന്റെ മുന്നിൽ നിന്ന് തിരുവോണ ദിവസത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം മനോജിനൊരു ഓണാശംസകൾ കൂടി നേരുന്നു. ഭക്തി നിർഭരമാണ് ഗുരുവായൂർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വിശേഷാൽ പൂജകളടക്കം അവിടെ നടക്കുന്നു. ഇന്നലെ ഈ കാഴ്ചക്കുല സമർപ്പണം ഉണ്ടായിരുന്നു. അതിലും വലിയ ഭക്തജന തിരക്കാണ് നമ്മൾ കണ്ടത്. അതിലും ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ തിരുവോണ ദിവസം വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭക്തിസാന്ദ്രം തന്നെയാണ് അന്തരീക്ഷം. ആഘോഷ രാവുകൾ തന്നെയാണ് നടക്കുന്നത്. മനോജ്, രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഗുരുവായൂരിൽ കണ്ണനെ കണ്ടു തൊഴാൻ വേണ്ടി ഓരോരുത്തരായിട്ട് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ, ചടങ്ങുകളൊക്കെ? രജനി, രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. തിരുവോണ നാളിൽ കണ്ണനെ കാണുവാൻ നിരവധി ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ തിരുവോണ സദ്യയുമുണ്ട്. രാവിലെ 9 മണി മുതൽ 2 മണി വരെയാണ് തിരുവോണ സദ്യയ്ക്കുള്ള ക്യൂ. അതിനു വേണ്ടിയിട്ട് വരി നിൽക്കുവാനും നിരവധി ഭക്തജനങ്ങളുണ്ട്. എന്തായാലും പുലർച്ചെ തന്നെ കണ്ണന് ഓണപ്പുടവ സമർപ്പിച്ചു കഴിഞ്ഞു. ക്ഷേത്ര മൂരാളനും അതുപോലെ തന്നെ ദേവസ്വം ഭാരവാഹികളും ഒക്കെ ചേർന്ന് ഓണപ്പുടവ സമർപ്പണം നടത്തി. അതിനുശേഷം വിശേഷാൽ കാഴ്ചശീവേലി നടന്നു കഴിഞ്ഞു. അതിൽ കൊമ്പന്മാരൊക്കെ അണിനിരന്നു. കഴിഞ്ഞ ദിവസം ഉത്രാട കാഴ്ചക്കുല സമർപ്പണവും നടന്നു. എന്തായാലും കണ്ണൻ ഇന്ന് നേർച്ചയായി ഇവിടെ ഈ തിരുവോണ നാളിൽ കണ്ണന് മുൻപിൽ ഇപ്പോൾ ഒരു അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഗരുഡ ഭഗവാന്റെ രൂപത്തിലുള്ള ഒരു അത്തപ്പൂക്കളമാണ്. അത്തം 1 മുതൽ തന്നെ ഈ ഗുരുവായൂർ ഈ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം ഒരുങ്ങിയിരുന്നു. അങ്ങനെ തിരുവോണ നാളിലെയും പൂക്കളമാണ് നമ്മൾ കാണുന്നത്. അത് കണ്ണന് വേണ്ടി ഇവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ തന്നെ സമർപ്പിച്ചിരിക്കുന്നതാണ്. എന്തായാലും പുലർച്ചെ തന്നെ അവരൊക്കെ വന്നു ചേർന്നുകൊണ്ട് ഈ ഒരു അത്തപ്പൂക്കളം ഇടുന്ന ജോലികളിൽ ഏർപ്പെടുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ പുലർച്ചെ കണ്ണന് ഓണപ്പുടവ ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഒത്തിരി വിശേഷങ്ങൾ തന്നെയാണ് ഈ ഗുരുവായൂരിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അവരൊക്കെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നും പുലർച്ചെ എത്തിയതാണ്. ഇനി ഈ ഒരു സദ്യയൊക്കെ കഴിഞ്ഞ്, അതായത് കാളനും അതുപോലെ തന്നെ പപ്പടവും എല്ലാ വിധത്തിലുള്ള വിഭവങ്ങളുമുണ്ട്. ആ സദ്യയൊക്കെ കഴിച്ചിട്ടാണ് ഇവരൊക്കെ മടങ്ങുക. അവരൊക്കെ തന്നെ ഇവിടെ ദർശനവും 1 മണിക്കൂർ ഈ ഓണത്തിനോടനുബന്ധിച്ച് സമയം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ കണ്ണനെ കണ്ട് ഇവിടെ സദ്യയും കഴിച്ചതിന് ശേഷമാണ് മടങ്ങുക. എന്തായാലും തിരുവോണം എന്നത് ഓണം ഈ ഭക്തജനങ്ങൾക്ക് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ തന്നെ ഈ കിഴക്കേ നടയിലാണ് ഈ ഒരു തിരക്ക്. ആ തിരക്കിൽ ഓരോരുത്തരും വരിയായി ഈ ഉള്ളിലേക്ക് കടക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു വഴിയുടെ പുറത്തേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾക്കാണ്. എവിടെ നിന്നാണ് വരുന്നത്? വയനാട്. വയനാട്ടിൽ നിന്ന് ഇപ്പോൾ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ വന്നു. ദർശനം കഴിഞ്ഞു? രാവിലെ കഴിഞ്ഞു. രാവിലെ 3 മണിക്ക് ക്യൂ നിന്നു. ദർശനം കഴിഞ്ഞു, തിരിച്ചു വന്നു. ഭാര്യയും മക്കളും ഉണ്ട് കൂടെ. വേറെ ഹാപ്പി ഓണം. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് പോകുള്ളൂ? സദ്യക്ക് നിൽക്കുന്നില്ല. തിരക്കുണ്ട്. തിരിച്ചു പോകണം. നമ്മൾ തിരിച്ച് വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിലൊരു ദുരന്തമൊക്കെ നടന്ന ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ ഓണം ഈ ഒരു ആശ്വാസം പകരാനായിട്ട് ഈ ആഘോഷങ്ങളൊക്കെ തന്നെ ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് എത്തി കണ്ണനെ കണ്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്? അതെ. ഇപ്പോൾ ദുരന്തം അവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാലും വീട്ടിൽ വലിയ ആഘോഷമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ ഒന്ന് കാണാൻ വെച്ച് വന്നത്. എന്നാലും കണ്ടു, നല്ല ദർശനം. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം നേരുന്നു. തീർച്ചയായും അത് തന്നെയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഗുരുവായൂരാണ്. കണ്ണനൊക്കെ രാവിലെ കണ്ടു. ഓണനാളിൽ കണ്ണനെ കാണുവാൻ വേണ്ടിയിട്ട് ശരി മനോജ്, എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കണ്ണനെ കാണാതെ എന്ത് ഓണം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഭക്തിസാന്ദ്രം തന്നെയാണ് ഗുരുപവനപുരി. വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എം മനോജ്.